DP ഏതാ? 13. എന്താ കാണാൻ പറഞ്ഞത്? പ്രൈമറി എന്താ അവസാനമായിട്ട് പറഞ്ഞെന്താ? ഫാക്ടറി കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ്. അപ്പം ഞാൻ ഹെഡിങ് എന്താ എഴുതേണ്ടത്? ശ്രദ്ധിച്ചോ. കമ്പ്യൂട്ടേഷൻ ഓഫ് ഫാക്ടറി കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ്. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് വരച്ചാൽ പോരെ? കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുമ്പോൾ 3 മെത്തേഡുകളുള്ളതുകൊണ്ട് 3 കോളം എന്ത് ചെയ്യണം? കൊടുക്കണം. ഒന്ന് ഏതൊക്കെയാണ്? ഫസ്റ്റ് മെത്തേഡ് ഏതാ? ടൈം റേറ്റ്. ഒന്നും പറയാനില്ല, എത്ര വർക്ക് ചെയ്തു ഇൻറ്റു ടൈമിൻ്റെ റേറ്റ് 0.25 എന്തുപോലെ. അടുത്തതാണ് ഹാൽസി. പിന്നെ അടുത്തേതാണ് റോബർ. അത്രേ ഉള്ളൂ, സിമ്പിൾ. എന്നിട്ട് ഫാക്ടറി കോസ്റ്റ് കാണാനല്ലേ പറഞ്ഞുള്ളത്? ഫാക്ടറി കോസ്റ്റ് കാണാൻ എന്തൊക്കെ ആഡ് ചെയ്യണം? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് ആഡ് ചെയ്താണ് ഫാക്ടറി ഓവർഹെഡ്. അപ്പോഴാണ് എന്ത് കിട്ടുക? ഫാക്ടറി കോസ്റ്റ് കിട്ടുക. ഓക്കെ അല്ലേ? ഏതൊക്കെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ. എത്ര ഡയറക്റ്റ് മെറ്റീരിയൽ പറയുന്നു? 4. മറ്റടുത്ത് എത്ര? 4. അടുത്ത എത്രയാ? 4. അതെന്താ? ലേബറിനെ മാറുള്ളൂ, മെറ്റീരിയൽ മാറുമോ? ലേബറിന്റെ സ്കീം മാറിയാൽ റോവലിനും ഹാൽസിയിലും ടൈലറൊക്കെ മാറിയതുകൊണ്ട് മെറ്റീരിയൽ എന്ത് ചെയ്യും? മാറും. മെറ്റീരിയൽ കസാര ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽ ഒരെണ്ണത്തിന് എത്ര വേണ്ടി അത്ര ഉണ്ടാവുള്ളൂ. പക്ഷെ ഡയറക്റ്റ് ലേബർ എന്ത് ചെയ്യും? മാറും. അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വർക്കിംഗ് നോട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ അല്ലേ? ഇത് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡ് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുമോ? വൈ? ഫാക്ടറി ഓവർഹെഡ് ഇതിൻ്റെ മുകളിലാണ്. ഡയറക്റ്റ് ലേബറിൻ്റെ എത്ര ശതമാനം? 150%. അപ്പോൾ ഡയറക്റ്റ് ലേബർ കണ്ടാലേ എന്ത് കിട്ടുള്ളൂ? ഫാക്ടറി ഓവർഹെഡ് കിട്ടുള്ളൂ. ഇനി ഒരേ ഒരു സാധനം കണ്ടാൽ പണി കഴിഞ്ഞു. ഏതാണ്? ബുക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 1. എന്താ? കമ്പ്യൂട്ടേഷൻ ഓഫ് ഡയറക്റ്റ് ലേബർ അണ്ടർ ഡിഫറെൻറ്റ് സ്കീം. ഓക്കെ അല്ലേ? ഇവിടെ 3 കോളം നമ്മൾ സെറ്റ് ചെയ്യണം അല്ലേ? ഓക്കെ. ഫസ്റ്റ് വൺ ഏത് സ്കീമാണ്? ലേബർ കോസ്റ്റ് ആണ്. 3 അല്ലേ? ഇപ്പോൾ 2 ഇത് 3 കൂടിയല്ലോ. ഫസ്റ്റത്തെ ഏതാണ്? ടൈം റേറ്റ്. സിമ്പിൾ അല്ലേ? ഇയാൾ എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്ത്? എ വർക്ക് മാൻ 9 hours to complete a job. സാധാരണ എത്ര സമയം എടുക്കും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ? 9. പക്ഷെ അയാൾ ആക്ച്വലി എടുത്തത് എത്രയാ? 6 ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇയാളുടെ ശമ്പളം എങ്ങനെ കൊടുക്കുക? 9 6 ആണ്. എനിക്കിവിടെ സാധാരണ 9 മണിക്കൂറിനാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് പറഞ്ഞില്ല. എൻ്റെ അടുത്ത് 1 മണിക്കൂർ 100 രൂപയാണ് പറഞ്ഞു. അപ്പൊ എനിക്ക് എത്ര 6 മണിക്കൂർ പണിത് ഞാൻ പോവോ? ഇല്ല, ഞാൻ അവിടെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. എത്ര മണിക്കൂർ? എൻ്റെ മണിക്കൂറിനാണ് പൈസ. എത്ര മണിക്കൂർ ഉണ്ടാവും? 9. പക്ഷെ ആ പണി ഞാൻ എത്ര സമയം കൊണ്ട് ചെയ്ത്? 6. അത് ഞാൻ ചെയ്യാൻ കാരണം എന്താ? എനിക്ക് ഇൻസെന്റീവ് കിട്ടല്ലേ? ഇൻസെന്റീവ് കിട്ടിയില്ലെങ്കിലോ എത്ര സമയം കൊണ്ട് എടുക്കുക? 9. അപ്പൊ എപ്പോഴും എടുക്കേണ്ടത് ഏതാണ്? സ്റ്റാൻഡേർഡാണ് എടുക്കേണ്ടത്. ശ്രദ്ധിക്കണം. സ്റ്റാൻഡേർഡ് ഇതെന്താ? ആക്ച്വൽ സ്റ്റാൻഡേർഡ് ടൈം, അല്ലെങ്കിൽ ഇതിൻ്റെ പേരാണ് ടൈം അലൗഡ് ഇൻറ്റു ഏതാണ്? ടൈം റേറ്റ്. അപ്പോൾ 9 ഇൻറ്റു എത്ര എടുക്കുക? പോയിന്റ് എത്രയാണ്? 25. എത്ര വരും? 2.25. ക്ലിയർ അല്ലേ? മുകളിലത് മുകളിൽ കൊണ്ടിട്ട് ഇടാം അല്ലേ? 2.25 ഇടാം. അപ്പം എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. എത്രയാ? 6.25. ഈ 6.25ൻ്റെ എത്ര ശതമാനമാണ്? 150%. എത്ര വരും? 150% 9.35. ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 15.625. ഓക്കെ. നിങ്ങളപ്പോൾ ഇതിൻ്റെ മുകളിൽ കണ്ട് ഞാൻ പിന്നെ ഇതിന് മുകളിൽ ഇട്ടുള്ളല്ലേ? നിങ്ങൾ 6.25 മുകളിലാണ് കണ്ട് അറിയില്ലല്ലോ ചെങ്ങന്മാരെ. ഫാക്ടറി ഓവർഹെഡ് എത്രയാണ്? 150% ഓഫ്. കണ്ടില്ല നിങ്ങൾ? മുദ്ര ശ്രദ്ധിച്ചില്ല. ഡയറക്റ്റ് ലേബറിന്റെ മുകളിൽ. അപ്പൊ 2.25 മുകളിലാണ് എത്ര കാണുന്നത്? 150. അപ്പൊ എത്ര വരും?
375 38 ആക്കുന്നത്. ആഡ് ചെയ്ത് എത്ര വരും? 9.625 ഓക്കെ അല്ലേ? ഞാൻ രണ്ടെണ്ണത്തിൽ റൗണ്ട് ചെയ്ത് നിങ്ങളെങ്ങനെ ചെയ്തു കേട്ടോ. അടുത്ത ഏതാണ്? ഹാൽസി. അടുത്ത ഹാൽസി അല്ലേ? ഹാൽസി ആവുമ്പോൾ ഇക്വേഷൻ പറയും ആക്ച്വൽ ടൈം ഇൻറ്റു ടൈം റേറ്റ് പ്ലസ് 50% ഓഫ് ടൈം സേവ്ഡ് ഇൻറ്റു ടൈം റേറ്റ്. ആക്ച്വൽ ടൈം എത്ര? 6 ആണ്. ഇയാളപ്പോൾ മോട്ടിവേറ്റഡ് ആവൂലേ? ഓക്കെ അല്ലേ? ഇൻസെൻറ്റീവ് സ്കീം വന്നാലാണ് അയാൾ എന്ത് ചെയ്യുള്ളൂ? 9 മണിക്കൂറിൻ്റെ പണി എത്ര കൊണ്ട് തീർക്കുള്ളൂ? 6 മണിക്കൂർ. 6 ഇൻറ്റു ടൈം റേറ്റ് എത്രയാ? 0.25 പ്ലസ് 50% ഓഫ് ഏതാ ടൈം എത്ര സേവ് ചെയ്താണ്? 9 മണിക്കൂറിൻ്റെ പണി അയാൾ 6 മണിക്കൂർ കൊണ്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ടൈം സേവ്ഡ് എത്രയാ? 3 ആണ്. അപ്പോൾ 3 ഇൻറ്റു 0.25 എത്ര വരും? 1.875 ആണ്. അപ്പോൾ 88. ഓക്കെ, മുകളിൽ എഴുതാം 1.88. ക്ലിയർ അല്ലേ? യെസ്. ആഡ് ചെയ്ത് എത്ര വരും? പ്രൈം കോസ്റ്റ് 4 5.88. ഇനി 1.88ൻ്റെ എത്ര എടുക്കണം? 150%. 2 ആഡ് ചെയ്താ 8.7. അടുത്ത ഡയറക്റ്റ് ഹാൽസി കഴിഞ്ഞ് അടുത്ത ആളാരാ? റോവനാണ്. ഇക്വേഷൻ പറയൂ. ആക്ച്വൽ ടൈം ഇൻറ്റു ടൈം റേറ്റ്. പറയണ്ടട്ടാ, പറയാതെ ഇരുന്നോ ട്ടാ. ഓക്കെ, എന്നിട്ട് വീട്ടിൽ പോയിട്ട് മെല്ലെ ഇരുന്നിട്ട് ഇങ്ങനെ പഠിച്ചാൽ മതി. ചില ആളുകൾക്ക് വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം? ശാന്തമായിട്ട് പഠിക്കണം, അപ്പോഴേ കയറുള്ളൂ. ആക്ച്വൽ ടൈം ഇൻറ്റു ടൈം റേറ്റ് പ്ലസ് എത്രയാ? ടൈം സേവ്ഡ് ഡിവൈഡഡ് ബൈ ടൈം അലൗഡ് ഇൻറ്റു ആക്ച്വൽ ടൈം. ആക്ച്വൽ ടൈം കൂടെ 6 ഇൻറ്റു 0.25 പ്ലസ് ടൈം സേവ്ഡ് 3 ഡിവൈഡഡ് ബൈ ടൈം അലൗഡ് 9 ഇൻറ്റു 6 ഇൻറ്റു 0.25. ഓക്കെ, ചെയ്തിട്ട് അവസാനം എത്ര വരും? 1.92 ആക്കട്ടെ. മുകളിൽ 2 ഇടാം. അപ്പോൾ 4ഉം 2ഉം എത്രയാ? 6. 2ൻ്റെ 150% പറഞ്ഞ എത്ര വരും? 3. 6ഉം 3ഉം. സന്തോഷം. ഇങ്ങനെ കിട്ടേണ്ട എളുപ്പമായി അല്ലേ? Okay, that's all about this particular question. Very simple question. You should consider it as homework. Okay.